വെൽക്കം ടു യു ക്യാൻ. അപ്പോൾ ഇത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ മെയിൻലി SSC എക്സാംസിന് വേണ്ടിയിട്ടുള്ള ഒരു എഡ്യൂക്കേഷണൽ ചാനലാണ്. അപ്പോൾ ഇപ്പോൾ 3-4 ക്ലാസ്സായിട്ട് നമ്മൾ പെർസെൻറ്റേജ് ടോപ്പിക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പെർസെൻറ്റേജിലെ കുറച്ച് പ്രോബ്ലംസ് ആണ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. If 37.5% of a number is 900, then 62.5% of the number will be. അപ്പോൾ 37.5 നമുക്ക് എത്രയാണെന്ന് തന്നിട്ടുണ്ട്, 900 ആണെന്ന് തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 62.5 എത്രയാണെന്നാണ്. സോ നമുക്ക് ആദ്യം തന്നിട്ടുള്ളത് എടുത്തെഴുതാം. 37.5% എന്ന് പറയുന്നത് 900 ആണ്. ഇവിടെ പെർസെൻറ്റേജ് ഏത് ഫോമിലാണ്? 37.5 അല്ലേ? അപ്പോൾ ഇങ്ങനത്തെ പോയിന്റ് ഡെസിമൽ ഉള്ള പെർസെൻറ്റേജ് ഒക്കെ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിച്ചിരുന്നത്? കറസ്പോണ്ടിങ് ഫ്രാക്ഷൻസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട്. സോ നമുക്ക് പെർസെൻറ്റേജിൻ്റെ സെക്കൻഡ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരിക്കുന്നത് റിലേഷൻ ബിറ്റ്വീൻ പെർസെൻറ്റേജ് ആൻഡ് ഫ്രാക്ഷൻ ആണ്. അതിൽ ഈ 37.5%ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രാക്ഷൻ നമ്മൾ പഠിച്ചു. അത് 3/8 ആണ്. സോ നമുക്ക് ഫ്രാക്ഷൻ ആയിട്ട് എഴുതുമ്പോൾ 3/8 ആണ് 900 എന്ന് പറയുന്നത്. കാരണം എന്താണ്? ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് 37.5% ആണ് 900 ആൻഡ് 37.5%ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രാക്ഷൻ ഏതാണ്? 3/8 ആണ്. 12.5ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് 1/8 ആൻഡ് 5/8ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതാണ് എന്ത്? നമുക്കിനി കണ്ടുപിടിക്കേണ്ടത് 62.5% എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ ആ ഒരു ക്ലാസ്സിൽ ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആരെങ്കിലും അത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഐ ബട്ടണിൽ ഇടാം, ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. സോ 3/8 900 ആണെന്ന് നമുക്ക് കിട്ടി, തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 62.5% എത്രയാണെന്ന്. സോ 62.5%, 62.5ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രാക്ഷൻ എന്ന് പറയുന്നത് 5/8 ആണ്. ഇതൊക്കെ ആ ഒരു ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. സോ 3/8 തന്നിട്ടുണ്ട്, 5/8 കണ്ടുപിടിക്കണം. അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യും? ആദ്യം 1/8 എത്രയാണെന്ന് നോക്കും. സോ 1/8 എത്രയായിരിക്കും? 3/8, 1/8 × 3 ആണല്ലേ 3/8. അതായത് 900ന് 3 ഡിവൈഡ് ചെയ്താൽ മതി. രണ്ട് സൈഡിലും 3 ഡിവൈഡ് ചെയ്താൽ 3/8നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1/8 കിട്ടും. 900നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 300 കിട്ടും. സോ നമുക്ക് കിട്ടി 1/8 300 ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 5/8 which is equal to 300 × 5 അല്ലേ? 1/8 × 5 അല്ലേ 5/8. സോ 300 × 5 which is equal to 1500. സോ 37.5% നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു, 900 ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. 5/8 അതായത് 62.5% എത്രയാണ്? 1500, 1500 ആണ് 62.5% എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If 11% of a number exceeds 7% of the same by 18, then the number is. So ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഒരു നമ്പറിൻ്റെ 7%നേക്കാൾ വലുതാണ് 11%. ഓക്കെ, നമുക്കറിയാമല്ലോ ഏതൊരു നമ്പറിൻ്റെയും 7%നേക്കാൾ വലുതായിരിക്കും 11%. സോ 11% എന്ന് പറയുന്നത് 7%നേക്കാൾ വലുതാണ്. പക്ഷെ എത്രയ്ക്ക് വലുതാണ്? ബൈ 18. അതായത് അതിന്റെ മീനിങ് എന്താണ്? 7%നേക്കാൾ 18 കൂടുതലാണ് 11%. അതിന്റെ മീനിങ് 7% പ്ലസ് 18. 7%ന്റെ കൂടെ 18 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 11% കിട്ടും. ആൻഡ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ആ നമ്പർ ആണ് കണ്ടുപിടിക്കേണ്ടത്. ആ നമ്പർ കണ്ടുപിടിക്കണം എന്ന് വെച്ചാൽ അതിന്റെ മീനിങ് എന്താണ്? 100% എത്ര എന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ? ആ നമ്പർ എത്രയായിരിക്കും? ആ നമ്പർ എത്ര പെർസെൻറ്റേജ് ആയിരിക്കും? 100% ആയിരിക്കും. സോ നമുക്ക് ഇങ്ങനൊരു ഇക്വേഷൻ ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ട്. ഈ 7%നെ ഇങ്ങോട്ട് കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 11 - 7 ദാറ്റ് ഈസ് 4% is equal to 18 എന്ന് കിട്ടും. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 100%. 4% നമ്മുടെ കയ്യിലുണ്ട്. സോ എന്ത് ചെയ്താൽ മതി? 4 × 25 ആണ് 100. സോ ഇവിടെയും 25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ 100% is equal to 18 × 25 which is equal to 450. തന്നിട്ടുണ്ടായിരുന്ന ഒരു നമ്പറിന്റെ 7%നേക്കാൾ 18 കൂടുതലാണ് 11%. അങ്ങനെയാണെങ്കിൽ ആ നമ്പർ എത്ര എന്നായിരുന്നു? ആ നമ്പർ എത്രയായിരിക്കും? 100% ആയിരിക്കും. അത് നമുക്ക് കിട്ടി 450. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. When 40% of a number is added to 42, the result is the number itself. Then the number is. നേരത്തെ ചെയ്ത പോലത്തെ ഒരു സെയിം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ ആദ്യം തന്നിരിക്കുന്നത് എടുത്തെഴുതാം. പറഞ്ഞിരിക്കുന്നത്
40% of a number 40% of a number എന്തിന്റെ കൂടെ ആഡ് ചെയ്തു? 42ന്റെ കൂടെ ആഡ് ചെയ്തു. അപ്പൊ നമുക്ക് കിട്ടിയത് എത്രയാണ്? ആ നമ്പർ ആണ് കിട്ടിയതെന്ന്. അതായത് ദിസ് ഈസ് ഈക്വൽ ടു ദാറ്റ് നമ്പർ. ആ നമ്പർ പെർസെൻറ്റേജിൽ എത്രയായിരിക്കും? ഒരു നമ്പർ ടോട്ടൽ എത്രയായിരിക്കും പെർസെൻറ്റേജ്? 100% ആയിരിക്കും. സോ ഇത് 100%ന് ഈക്വൽ ആണെന്ന് കിട്ടി. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ആ നമ്പർ എത്രയാണെന്നാണ്. അതായത് ഈ 100% എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. സോ ഇതെങ്ങനെ എഴുതിയാന്ന് മനസ്സിലായല്ലോ. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരുന്ന എന്താ? 40% ഓഫ് എ നമ്പർ. ആ നമ്പർ എത്രയാണെന്ന് അറിയില്ല. ആ നമ്പർ എന്ന് പറയുന്നത് 100%. അതിന്റെ 40%ന്റെ ഒപ്പം 42 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ നമ്പർ തന്നെ കിട്ടും. ആ നമ്പർ എന്ന് പറയുന്നത് 100%. സോ നമ്മൾ അത് എടുത്തെഴുതി. ഇനി 14 അങ്ങോട്ട് കൊണ്ടുപോകണമെങ്കിൽ 100 മൈനസ് 40 എന്ത് കിട്ടും? 60% is equal to 42 എന്ന് കിട്ടും. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 100% എത്രയാണ്. സോ നമുക്ക് ആദ്യം 10% എഴുതാം. 60% അറിയാമെന്നുണ്ടെങ്കിൽ 60/6 അല്ലേ 10 എന്ന് പറയുന്നത്. സോ ഇവിടെയും 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 7 എന്ന് കിട്ടും. അപ്പൊ 10% 7 ആണ്. കണ്ടുപിടിക്കേണ്ടത് ആ നമ്പർ ആണ്, അതായത് 100% ആണ്. സോ എന്ത് ചെയ്താൽ മതി? 10 × 10 100. അപ്പൊ ഇവിടെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, അതായത് 70. അപ്പൊ ആ നമ്പർ എത്രയായിരുന്നു? ആ നമ്പർ എന്ന് പറയുന്നത് 70 ആയിരുന്നു. അതായത് 70യുടെ 40%ന്റെ ഒപ്പം 42 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 70 തന്നെ കിട്ടുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2 candidates fought an election. One got 65% of the votes and one by 300 votes. The total number of votes polled is. സോ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് 2 പേര് ഒരു ഇലക്ഷന് വേണ്ടി മത്സരിച്ചു. അപ്പൊ 2 പേര് ഒരു ഇലക്ഷനിൽ മത്സരിക്കാന്ന് പറയുമ്പോൾ ഒരാൾ ജയിക്കും, ഒരാൾ തോൽക്കും അല്ലേ. സോ അതിൽ ഒരാൾക്ക് 65% ഓഫ് വോട്ട്സ് കിട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരാൾക്ക് ടോട്ടൽ നമ്പർ ഓഫ് വോട്ട്സ് എത്രയായിരിക്കും? പെർസെൻറ്റേജിൽ ടോട്ടൽ 100% ഉണ്ടായിരിക്കും അല്ലേ. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ ടോട്ടൽ നമ്പർ ഓഫ് വോട്ട്സ് എത്ര ആണെന്ന് ചോദിച്ചിരിക്കുന്നത്. അതായത് 100% എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ. സോ ടോട്ടൽ നമ്പർ ഓഫ് വോട്ട്സ് ആണ് ഇത്. ആ വോട്ട്സിന്റെ 65% ഒരാൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പൊ മറ്റേ ആൾക്ക് 2 പേരല്ലേ ആകെ കൂടി മത്സരിച്ചിട്ടുള്ളൂ. അപ്പൊ മറ്റേ ആൾക്ക് എത്ര വോട്ട്സ് കിട്ടിയിട്ടുണ്ടാവും? ടോട്ടൽ നമ്പർ ഓഫ് വോട്ട്സ് 100%. ഒരാൾക്ക് 65 കിട്ടിയെന്ന് വെച്ചാൽ അതിന്റെ മീനിങ് എന്താ? അടുത്ത ആൾക്ക് എത്ര കിട്ടി? 100 മൈനസ് 65 വിച്ച് ഈസ് 35%. അപ്പോൾ 2 പേര് മത്സരിച്ചു, ഒരാൾക്ക് 65% കിട്ടി, അടുത്ത ആൾക്ക് 35% ഓഫ് വോട്ട്സ് കിട്ടി. സോ വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. ജയിച്ച ആൾ, അതായത് ഇവിടെ ജയിച്ച ആൾ ആരായിരിക്കും? 65% വോട്ട്സ് കിട്ടിയ ആളായിരിക്കും ജയിച്ചിട്ടുണ്ടാവുക. ആ ജയിച്ച ആള് എത്ര വോട്ടിനാണ് ജയിച്ചിരിക്കുന്നത്? 300 വോട്ടിനാണ് ജയിച്ചിരിക്കുന്നത്. അതായത് ഇയാളേക്കാൾ, ഈ തോറ്റ ആളേക്കാൾ അല്ലെങ്കിൽ 35% വോട്ട്സ് കിട്ടിയ ആളേക്കാൾ 300 കൂടുതലുണ്ട് ഈ ജയിച്ച ആൾക്ക്, അതായത് 65% വോട്ട്സ് കിട്ടിയ ആൾക്ക്. സോ നമുക്ക് ഇവിടുത്തെ ഡിഫറൻസ് ആദ്യം എഴുതാം. പെർസെൻറ്റേജിൽ ഇവർ 2 പേരും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? വോട്ട്സിന്റെ ഡിഫറൻസ് ഇവർ 2 പേരും തമ്മിൽ പെർസെൻറ്റേജിൽ എത്രയാണ്? 65 മൈനസ് 35, അതായത് 30% അല്ലെ. ഇവർ 2 പേരും തമ്മിലുള്ള വോട്ട്സിന്റെ ഡിഫറൻസ് ആണ് കേട്ടോ. പെർസെൻറ്റേജിൽ 30%. പക്ഷെ നമ്പറിൽ എത്രയാണ്? ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് നമ്പറിൽ 300 ആണ്. ഇതെങ്ങനെ എഴുതിയെന്ന് മനസ്സിലായില്ലേ? 30% is equal to 300 എങ്ങനെ എഴുതിയെന്ന് ഒന്നുകൂടി പറയാം. അതേ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ജയിച്ച ആള് തോറ്റ ആളിനേക്കാൾ 300 വോട്ട് കൂടുതൽ കിട്ടിയിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്താണ്? തോറ്റാളും ജയിച്ചാളും തമ്മിലുള്ള വോട്ട്സിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 300 ആണ്. അപ്പൊ നമ്പറിൽ 300 ആണ്, പക്ഷെ പെർസെൻറ്റേജിൽ എത്രയാണ്? ഇയാളുടെ കയ്യിൽ 65% വോട്ട്സ് ഉണ്ട്, ഇയാളുടെ കയ്യിൽ 35% വോട്ട്സ് ഉണ്ട്. അപ്പൊ 2 പേരും തമ്മിലുള്ള വോട്ട്സിന്റെ പെർസെൻറ്റേജ് ഡിഫറൻസിന്റെ പെർസെൻറ്റേജ് എന്തായിരിക്കും? 30%. അപ്പൊ 30% 300 ആണെന്ന് കിട്ടി. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടോട്ടൽ നമ്പർ ഓഫ് വോട്ട്സ്, അതായത് 100% ആണ്. സോ 30 അറിയാമെന്നുണ്ടെങ്കിൽ 10% എന്തായിരിക്കും? 3 കൊണ്ട് 2 സൈഡിലും ഡിവൈഡ് ചെയ്താൽ മതി, അതായത് 100 എന്ന് കിട്ടും. അപ്പൊ 10% 100 ആണെങ്കിൽ 100% എന്തായിരിക്കും? 100% എന്ന് പറയുന്നത് 10 × 10 100, 100 × 10 1000 നമ്പർ ഓഫ് വോട്ട്സ് ആണ് ടോട്ടൽ ഉണ്ടായിരുന്നത് എന്ന് കിട്ടി. സെയിം ടൈപ്പിൽ ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. ക്വസ്റ്റ്യൻ ഇതാണ്: ഇഫ് 75% ഓഫ് ദ സ്റ്റുഡൻസ് ഇൻ എ സ്കൂൾ ആർ ബോയ്സ് ആൻഡ് ദ നമ്പർ ഓഫ് ഗേൾസ് ഈസ് 420, then the number of boys is. സോ ടോട്ടൽ എത്ര കുട്ടികൾ ഉണ്ടായിരിക്കും? ടോട്ടൽ 100% സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും അല്ലേ. ഒരു സ്കൂളിൽ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എപ്പോഴും 100% ആയിരിക്കും.
ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ 75% എന്ന് പറയുന്നത് ആരാണ്? ബോയ്സ് ആണ്. അപ്പോൾ 100%-ൽ 75% ബോയ്സ് ആണെങ്കിൽ ഗേൾസിൻ്റെ എത്രയായിരിക്കും എണ്ണം? ഗേൾസിൻ്റെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 100 - 75, അതായത് 25% ആണ് ഗേൾസിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷേ ക്വസ്റ്റ്യനിൽ നമുക്ക് ഗേൾസിൻ്റെ നമ്പർ തന്നിട്ടുണ്ട്. ടോട്ടൽ നമ്പർ ഓഫ് ഗേൾസ് 420 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് പെർസെൻറ്റേജിൽ ഗേൾസിൻ്റെ 25% ആണ്, പക്ഷെ നമ്പറിൽ അത് എത്രയാണ്? 420 ആണ്. വിച്ച് മീൻസ് 25% is equal to 420. ആൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് കണ്ടുപിടിക്കാനല്ല ക്വസ്റ്റ്യൻ നമ്പർ ഓഫ് ബോയ്സ് എത്ര എന്നാണ്. അതായത് 75% എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. സോ 25%-ഉം 75%-ഉം തമ്മിലുള്ള ബന്ധം എന്താണ്? 25-ൻ്റെ ഒപ്പം എത്ര മൾട്ടിപ്ലൈ ചെയ്താൽ മതി? 3 മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ? 25 × 3 ആണ് 75 എന്ന് പറയുന്നത്. സോ 75% എത്ര എന്തായിരിക്കും? 25% × 3, അതായത് 420 × 3, വിച്ച് ഇസ് ഈക്വൽ ടു 1260. അപ്പോൾ ബോയ്സിൻ്റെ നമ്പർ എത്രയാണെന്ന് കിട്ടി? ടോട്ടൽ നമ്പർ ഓഫ് ബോയ്സ് എന്ന് പറയുന്നത് 1260 ആണ്. സോ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും പ്രോബ്ലംസ് ഒക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നൊന്ന് കമൻറ്റ് ചെയ്യാം. സോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കുറച്ച് പ്രോബ്ലംസ് കൂടിയും ചെയ്യാം. അത് കഴിഞ്ഞിട്ട് പിന്നെ പെർസെൻറ്റേജിൻ്റെ അടുത്ത ടോപ്പിക്സ് കണ്ടിന്യൂ ചെയ്യാം.